എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുനിയാവിലെ നാണം കെടുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ. നിന്നെ കള്ളനെന്ന് പറയുന്നത്, പെണ്ണുപിടിയനെന്ന് പറയുന്നത്, നീ മോശക്കാരനാണെന്ന് നാട്ടുകാര് പറയുന്നത് നിനക്ക് വല്ലാത്ത പേടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. മാതാപിതാക്കളുടെ മുന്നിൽ, പടച്ചവനെ, കൂടപ്പറപ്പുകളുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിൽ നമ്മൾ നാണം കെടാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പടച്ചവനോട് എപ്പോഴും ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ, ഈ ദുനിയാവിലെ നീ മറ്റുള്ളവരുടെ മുന്നിൽ നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലെ ജനങ്ങളുടെ മുന്നിൽ നാണം കെടുന്നത് നിനക്ക് വലിയ ദുഃഖമാണ്, നാണം കെടുന്നത് മോശമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നിന്റെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നത് നിനക്ക് വല്ലാത്ത പേടിയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെടുന്നവനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, അയ്യൂബ് നബിയും, യഹിയാ നബിയും, ഈസാ നബിയും, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാരുടെ അനുയായികള്, അവിടെ നിന്റെ വാപ്പയുണ്ട്, അവിടെ നിന്റെ ഉമ്മയുണ്ട്, അവിടെ നിന്റെ മക്കളുണ്ട്, അവിടെ നിന്റെ കുടുംബമുണ്ട്, അവിടെ നിന്റെ കൂട്ടുകാരുണ്ട്, അവിടെ നിന്റെ കുടുംബക്കാരുണ്ട്. കോടാനി 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 ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ടുപോകുന്ന രംഗത്തെ കുറിച്ച് നീ എന്തേ ചിന്തിക്കാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, അല്ലാഹുവേ, ഈ ദുനിയാവിലെ നാണം കെടുത്തല്ലേ അല്ലാ എന്നെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ. എങ്കിൽ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. മഹാനായ ഖലീലുല്ലാഹി, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി ഉണ്ടല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, തുഖ്സിനി യൗമ യുബഅസൂൻ, ഇബ്രാഹിം നബി അവിടെ നിന്ന് ദുആ ചെയ്യുകയാ, നാളെ പരലോകത്ത് നീ എന്നെ നിന്യനാക്കല്ലേ അല്ലാ, പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അല്ലാഹുവേ, പരലോകത്ത് നീ എന്നെ നാണം കെടുത്തല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇന്ന് ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, റബ്ബിന്റെ പരലോകത്ത് നിങ്ങളിൽ പലരും കടന്നു വരികയാണ്. പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ പരലോകത്തേക്ക് നിങ്ങളിൽ പലരും കടന്നു വരുമ്പോ ജനങ്ങളും മൂക്ക് പൊത്തുകയാ, ജനങ്ങളും മുഖം തിരിക്കുകയാ, നാണം കെട്ടവനെ പോലെ നിന്യനായി, നിസാരനായി നാളെ ഒരു വിഭാഗം പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയുന്നു, നിന്നെ എത്ര കുളിപ്പിച്ചാലും, ഏത് വസ്ത്രത്തിൽ പൊതിഞ്ഞാലും, എത്ര സുഗന്ധം തേച്ചാലും, ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലര് നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ജനങ്ങളും ഈ സദസ്സിലിരിക്കുന്ന ചില പെണ്ണുകൾ നാളെ പരലോകത്ത് കടന്നു വരുമ്പോ കണ്ട ഉടനെ ജനങ്ങൾ മുഴുവനും മുത്തിയിട്ട് നിന്നെ കാണണ്ട എന്ന് പറഞ്ഞ് തലതിരിക്കും. അങ്ങനെ നാണം കെട്ട് നിന്യനെ പോലെ, നിസാരനെ പോലെ, വൃത്തികെട്ട
വൃത്തികെട്ടവരെ പോലെ നാളെ പരലോകത്തിൽ വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ താടിയും തഴമ്പൊക്കെ നാണം കെട്ടവരെ പോലെ നാളെ പരലോകത്ത് കടന്നു വരുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും കള്ളുകുടിച്ചവനായിരിക്കും, അല്ലെങ്കിൽ വ്യഭിചരിച്ചവനായിരിക്കും, അല്ലെങ്കിൽ പലിശ തിന്നുന്നവനായിരിക്കും, അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനായിരിക്കും, അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്നവനായിരിക്കും നാളെ നാണം കെട്ടു വരുന്നത് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അവരാരുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടവരായിട്ട് നമുക്ക് കാണാം. മൂക്കിങ്ങനെ പൊത്തും ജനങ്ങൾ. നിന്നെ കാണുമ്പോ തന്നെ പുഴുത്തു നാറിയവനെ പോലെ വരുന്ന നിന്നെ കാണുമ്പോ ജനങ്ങൾ മുഖം തിരിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന പാപങ്ങൾ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന തെറ്റുകൾ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ നാളം കെട്ടവരെ പോലെ അല്ലാഹു നമ്മളെ പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹലോ ചെക്ക് Hello, check, hello. Hello, check, hello. മൈക്ക് സെറ്റ് ആണല്ലോ നമ്മുടെ ശബ്ദം. ഞാനിങ്ങനെ ചിന്തിച്ചു, സിദ്ദീഖ് ഉസ്താദ് ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോ പടച്ചവൻ ഉസ്താദിന്റെ ശബ്ദം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒരു ദിവസം പ്രസംഗിച്ചിട്ട് നമ്മുടെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും നാളത്തെ സംഘാടകരോട് വിളിച്ചിട്ട് എന്റെ തൊണ്ട വയ്യ, സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ വിടൂല്ല. ഓരോ ദിവസവും അതുകൊണ്ടാണ് മൈക്ക് സെറ്റ്. കുഴപ്പം നിങ്ങളെ കുറ്റം പറഞ്ഞൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ മൈക്ക് ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ ഇത് വിചാരിച്ചാൽ പറ്റും. ഈ മൈക്ക് സെറ്റുകാരെ ഈ മൈക്കൊന്ന് വിചാരിച്ച ഒരാഴ്ച മിണ്ടാൻ പറ്റൂല തൊണ്ട. പെണ്ണുങ്ങൾ പറയും ഒരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ നരമ്പുകളും വർക്ക് ചെയ്യണ രണ്ട് സമയമുണ്ട്. ഒന്ന് ഒരു പെണ്ണ് പ്രസവിക്കുമ്പോ, ഒരു പെണ്ണ് പ്രസവിക്കുന്ന സമയം ആ പെണ്ണിന്റെ ശരീരത്തിലെ എല്ലാ നരമ്പുകളും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ 40 ദിവസം റെസ്റ്റ് അവർക്കില്ല. പ്രസവം കഴിഞ്ഞാൽ പിന്നെ 40 നമുക്ക് പിന്നെ രണ്ടാമത് ശരീരത്തിലെ നരമ്പുകൾ മുഴുവനും വർക്ക് ചെയ്യുന്നത് വയലു പറയുമ്പോൾ. പള്ളിയിലെ ഖത്തീബ് വെള്ളിയാഴ്ച കയറി പ്രസംഗിക്കുമ്പോ ഒരു ശരീരം ഇതിലെ എല്ലാ നരമ്പുകളും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉസ്താദിന് അത് കഴിഞ്ഞ അടുത്ത് 40 ദിവസം റെസ്റ്റ് ഒന്നുമില്ല, അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്. അൽഹംദുലില്ലാ, അല്ലാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. ഒരു ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. നിങ്ങൾ എന്തിനാ നിക്കണേ? പോയിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ നാണം കെട്ടു വരുന്നവരാരാണെന്ന് എണ്ണിക്കോ? 10 പേരാ. 10 പറയാന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എന്റെ സമയം എത്ര വരെയാ? 10:30 വരെയല്ലേ? 10:30 വരെയല്ലേ? നിങ്ങൾ എന്താ ഒരു സ്നേഹമില്ലാത്തവരെ? ഞാൻ നിങ്ങൾക്ക് വല്ല പൈസ വല്ലതും തരാണ്ട. നിങ്ങളുടെ ഈ ഭോഗം ഞാനെന്തോ കടം പേടിച്ചിട്ട് മുങ്ങിയിട്ട് ഇന്ന് കുറെ കാലത്തിന് ശേഷം നിങ്ങളുടെ മുന്നിൽ വന്ന ഒരു വൈരാഗ്യം. നിങ്ങളൊക്കെ ഒന്ന് നേരെ ഇരുന്നേ. ഇതിലെ പ്രസവ വാർഡിലെ പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ നേരെ ഇരിക്കുന്നത് സ്വർഗമല്ലേ? ഉഷാറായിട്ടിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടവരായ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗമാരാ.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരികളാണ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ വൃത്തികെട്ടവരെ പോലെ വളരെ മോശക്കാരനായ അവസ്ഥയിൽ നാളെ പരലോകത്ത് കടന്നു വരുന്നവൻ ഒന്നാമത്തവൻ അഹങ്കാരിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആരുടെയെങ്കിലും ഹൃദയത്തിന്റെ അകത്തൊരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ, അല്ലാഹുവേ, അവനൊരിക്കലും രക്ഷപ്പെടില്ലല്ലോ. എന്റെ പ്രവാചകൻ പറയുകയാണ്, അഹങ്കാരികൾ. എന്താണ് അഹങ്കാരമെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ബത്റുൽ ഹഖി. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബത്റുൽ ഹഖി വ അംദുന്നാസ്. അഹങ്കാരമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പഠിച്ചവനെ മനുഷ്യനോട് ഒരു വല്ലാത്ത അവഗണനയാണ്. പഠിച്ചവനെ പണത്തിന്റെ പേരിൽ, അധികാരത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ പഠിച്ചവനെ ഞാൻ വലിയവനാണെന്ന് ജനങ്ങൾ പറയണമല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേക്കണമല്ലോ, എന്നെ ആദരിക്കണമല്ലോ, ഞാൻ മഹാനാണെന്ന് പറയണമല്ലോ, എല്ലാവരും എന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണമല്ലോ. അതിനു വേണ്ടിയാണല്ലോ പലരും പലതും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പബ്ലിസിറ്റി കിട്ടുന്നതിന് വേണ്ടി പലതും ഞാനും നിങ്ങളും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നാളെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിന്ന് അഹങ്കാരിയായ മനുഷ്യന് കടന്നു വരുന്ന രംഗമെങ്ങനെയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ. അഹങ്കാരികൾ നാളെ പരലോകത്ത് കടന്നു വരുന്ന രംഗം എങ്ങനെയെന്നറിയുമോ? ചെറിയ ഉറുമ്പുണ്ടല്ലോ, ചെറിയ ഉറുമ്പുണ്ടല്ലോ, ഈ ഉറുമ്പിന്റെ കോലത്തിലാണ് നാളെ അല്ലാഹു നിന്നെ പരലോകത്തേക്ക് കൊണ്ടുവരുന്നത്. അത്രയും ചെറുതാക്കുകയാണ്. ഈ ദുനിയാവിലെ വലിയവനാണെന്ന് പറഞ്ഞ നീയുണ്ടല്ലോ, ഞാനാണ് സർവ്വതും വലിയവനെന്ന് പറഞ്ഞ് നെളിഞ്ഞു നടന്നവര്, അഹങ്കാരിയെ പോലെ നടന്നവര്, നാളെ പരലോകത്ത് അല്ലാഹു നിന്നെ കൊണ്ടുവരുന്നത് ചെറിയ ഉറുമ്പിന്റെ കോലത്തിലാ. ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ വലിയവനാ, എന്നെ കാണുമ്പോ എഴുന്നേക്കണം, അങ്ങോട്ട് മാറിയിടാ, നീ എന്റെ അടുത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുച്ഛം, നിസ്സാരമാക്കുക, ആൾക്കാരെ പരിഗണിക്കാതിരിക്കുക, അവഗണിക്കുക, ആരെന്തു പറഞ്ഞാലും അംഗീകരിക്കാതിരിക്കുക. ഇവിടെ ഇങ്ങനെയുള്ള മനുഷ്യൻ നാളെ പരലോകത്ത് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ഈ ശരീരത്ത് കയറിയിരുന്ന് കടിക്കണ ഉറുമ്പില്ലേ, ആ ഉറുമ്പിനെ പോലെ അല്ലാഹു അങ്ങ് ചെറുതാക്കുന്നതിനെ, ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ നാളെ നീ പരലോകത്ത് അല്ലാഹു നിന്നെ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ മുത്തുനബി പഠിപ്പിച്ചെന്നറിയോ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ, ഒരു കടുകുമണിയുടെ അളവെങ്കിലും ആരുടെയെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കാർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? നമുക്കാർക്കെങ്കിലും അഹങ്കാരം ഉണ്ടോ? അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, അഹങ്കാരമില്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇത് തന്നെയല്ലേ അഹങ്കാരം ഉണ്ടെന്നുള്ളതിനുള്ള അടയാളം. ഇതിനേക്കാളും വലിയ കള്ളമുണ്ടോ? ഒരു കള്ളം പറഞ്ഞു, അല്ലാഹു പുറത്തേരുമാറാകട്ടെ, അല്ലാഹു പുറത്തേരുമാറാകട്ടെ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടാ, ഇബ്ലീസ് ഒരു മനുഷ്യനെ, ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് പോയി. എന്നിട്ട് ഇബ്ലീസ് പറയാ, 40 വർഷമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ ഞാൻ നടന്നു, ഞാൻ തോറ്റു, ഞാൻ പോവാ. എന്താ പറഞ്ഞേ? 40 വർഷമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ രാവും പകലും നടന്നിട്ട് ഞാൻ തോറ്റു, നിങ്ങൾ മഹാനാ, ഞാൻ പോവാ. അപ്പോഴും ഇബ്ലീസിനോട് ആ മഹാൻ പറഞ്ഞു, നിന്റെ പണി എന്നോട് നടക്കില്ല എന്ന്. കാരണം ഇങ്ങനെ പറയുമ്പോഴെങ്കിലും അയാൾക്ക് തോന്നൂലേ, അപ്പൊ ഞാൻ ആരോ ആണ്. നമ്മളൊക്കെ അറിയാം, നമുക്ക് എല്ലാവരും ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കില്ല. അപ്പൊ അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താ?
അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ഒരു അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തിനും അടയാളം ഉണ്ടല്ലോ, അടയാളമില്ലാത്ത ഒന്നുമില്ലല്ലോ. അടയാളമില്ലാത്ത ഒരു കാര്യവുമില്ല. മരണത്തിന് പോലും അടയാളമുണ്ട്. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് അടയാളം ഉണ്ടോ? നിങ്ങൾ എന്താ ഇപ്പൊ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? മരണത്തിന് ഒരാളുടെ മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കാണുമ്പോ തന്നെ അറിയാം നിന്റെ സമയം അടുത്തു എന്ന്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. മരണത്തിന് എത്ര അടയാളുണ്ട്? എത്ര അടയാളുണ്ട്? 3 അടയാളുണ്ട്. ആരാ പറഞ്ഞ അടയാളം ഇല്ല? പെട്ടെന്ന് അങ്ങ് വീണ് മരിച്ചുപോയി. ആരാ പറഞ്ഞ പെട്ടെന്ന് വീണ് മരിച്ചുപോയി? മരണത്തിന് 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. ധൈര്യമുണ്ടോ? ഇവിടെ എങ്ങനെ ഉസ്താദ് ഖബർ വെട്ടിയിട്ടുണ്ടോ? ഇവിടെ എങ്ങനെ ഖബർ വെട്ടിയിടാറുണ്ട്? അള്ളാഹു പടച്ചവനെ വെട്ടേണ്ടി വരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. വഅദ് പറയുന്ന ഉസ്താദിന് നമ്മളൊരു ഒരു പഴഞ്ചൊല്ലില്ലേ, അടി കൊള്ളുന്നത് ചെണ്ടയും പണം വാങ്ങുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്താ? പെടേണ. വഅദ് പറയുന്ന ഉസ്താദിന് പച്ചവെള്ളം പോലും ഇല്ല. കേൾക്കാൻ വന്നവരൊക്കെ കാപ്പി കുടിക്കുക. കുടി കടിയൊന്നും ഇല്ലേ? അൽഹംദുലില്ലാഹ്, കുടിച്ചോ. അള്ളാഹു നമുക്ക് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. തൊണ്ടയിൽ കുരുങ്ങാതെ നോക്കിക്കോ. മരണത്തിന്റെ അടയാളം പറഞ്ഞുതരട്ടെ. ഈ ചിരി മാറും. ഈ ചിരിയും കളിയൊക്കെ മാറും. ഈ പറയുന്ന അടയാളം ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നാളെ തന്നെ പോയിട്ട് കുഴി വെട്ടിയിട്ടോ നിന്നെ അടക്കാൻ. നിന്നെ കബറടക്കാനുള്ള കബറ് നീ തന്നെ കുഴിച്ചിട്. അതിനി ഇപ്പൊ ചെറുപ്പക്കാരെ ഒന്നും വിളിക്കണ്ട. താത്താ, ഇവിടെ അടുത്ത ഏതാ ടൗൺ ഉള്ളത്? മാതാവിന്റെ മംഗലം, മാതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ അങ്ങനെ കഫൻ തുണി നിങ്ങൾ മേടിച്ചു വെക്കാറാ? അളവൊക്കെ നോക്കി മേടിച്ചോട്ടോ. ചിലപ്പോ ഇവര് തരുന്നതിന് നിന്റെ അളവിന് പറ്റൂല. അപ്പൊ നാളെ പതുക്കെ ഭർത്താവിനെയും വിളിച്ചുകൊണ്ട് കടയിൽ പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നീ വാങ്ങിച്ചോളണം. ഇനി ഫർദ ഒന്നും വേണ്ട, ഇട്ട സ്വർണ്ണം ഇന്ന് തന്നെ തന്നിട്ട് പൊക്കോ. നാളെ എന്തായാലും ഇങ്ങോട്ട് വരാനുള്ളതാ. ആ സ്വർണം കൂടെ ഊരി തന്നിട്ട് പൊക്കോ. അല്ലാഹു നല്ല മരണം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. ധൈര്യം ഉണ്ടല്ലോ? എഴുന്നേറ്റ് നിന്ന് കേക്ക്. വെട്ടാൻ സമയമായെന്ന് അറിയാലോ. മരണത്തിന്റെ അടയാളം കേക്ക്. എഴുന്നേക്കുമ്മ. എല്ലാരും എഴുന്നേറ്റ് നിൽക്കുക. അൽഹംദുലില്ലാഹ്, ഉസ്താദന്മാരൊക്കെ ഇരുന്നോട്ടെ. മരണത്തിന്റെ 1ാമത്തെ അടയാളം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബയാദു ശഅരിക ബഅദ സവാദി. തലയിലും താടിയിലും നോക്കണം. തലയിലും താടിയിലും നോക്കണം. ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, ഈ കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ, പെണ്ണെ നിന്റെ കഫൻ തുണി നീ റെഡിയാക്കിക്കോ, നീ ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു രോമം താടിയിലും തടിയും തലമുടിയിലും നോക്കിക്കോ. എവിടെയെങ്കിലും ഒരു രോമം കറുത്തതിന്റെ ഇടയിൽ വെളുത്തത് കാണുന്നുണ്ടോ? നിന്നെ കൊണ്ടുപോകാൻ സമയമായി, ഒരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ഉസ്താദെ, ഇതിനിടയിൽ കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം ഇപ്പൊ. കാരണം മൊത്തം വെളുത്തും. ഞാൻ തിരിഞ്ഞു നോക്കണില്ല, പലരുടെയും അടയാളമാണെന്നുള്ളതുകൊണ്ട്. എന്തേ വാപ്പ നീ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് നടക്കണത്? അത് കളവാന്ന് വിളിക്കും. വെളുത്ത മുടിയല്ലേ. ചിലരാണെങ്കിൽ പിന്നെ പെയിന്റ് അടി തുടങ്ങിയിട്ടുണ്ട്, കറുപ്പിക്കാൻ, വെളുത്തത് കറുപ്പിക്കാൻ. കല്യാണത്തിന് പോകുമ്പോ തലേ തുണി ഇടാത്ത ആമിനാത്ത ഇപ്പം ഫർദയുടെ ഇട്ട് തുടങ്ങി. എന്തേ വെളുത്ത മുടി വെളിയിൽ കാണുന്നു? ഒരുങ്ങിക്കോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് താൻ ഖലീഫയായിരിക്കുമ്പോ ഒരു മനുഷ്യനെ ജോലിക്ക് നിർത്തി. എന്താ ജോലി എന്നറിയോ? ചിരിക്കണ സമയത്ത് വന്നിട്ട് പറയണം മരിക്കൂന്ന്. ചിരിച്ച വന്നിട്ട് പറയും, ഉമറേ നീ മരിക്കും കേട്ടോ. ഇത്ര പറയാൻ വേണ്ടി ഒരാളെ ജോലിക്ക് നിർത്തി. ഒരു ദിവസം ഓനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പൊക്കോളാം, പിരിച്ചുവിട്ടിരിക്കുന്നു, നിന്റെ ജോലി തീർന്നു, പൊക്കോ. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ എന്താ എന്നെ പിരിച്ചുവിട്ടെ? അപ്പൊ പറഞ്ഞു, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു രോമം നരച്ചിട്ടുണ്ട്, അതെനിക്ക് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. എന്റെ ഉപ്പമാരും എന്റെ ഉമ്മമാരും ചിന്തിക്കേണ്ടത് 63ാമത്തെ വയസ്സിലെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ എത്ര മുടിയാ നരച്ചതെന്നറിയോ?
നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ നിന്ന് ഹദീസിന്റെ കിതാബുകൾ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, 16 17 എത്ര മുടിയുണ്ടായിരുന്നു? 16 17 മുടിയെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ള നബി തങ്ങളുടെ 17 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നല്ലോ. നിന്റെ സർവ്വ മുടിയും നരച്ചു. ഇപ്പോഴെങ്കിലും നന്നാകാൻ തോന്നുന്നുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. സമാധാനമായില്ലേ? ഇരിക്കും, ബാക്കിയും കൂടെ പറഞ്ഞ് അറ്റാക്ക് വരുത്തുന്നില്ല. ഇപ്പൊ തന്നെ ഏകദേശം എല്ലാത്തിന്റെ കാര്യത്തിലും തീരുമാനമായി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ കടുകുമണികളുടെ അളവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ, അവനതാ രക്ഷപ്പെടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള ഒരടയാളം പറഞ്ഞു തരട്ടെ. അഹങ്കാരമുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരടയാളം പറയാ. അല്ലാഹുവേ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാൽ കീഴിൽ എന്റെ സ്വഹാബികളെ കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഫാറൂഖ്, ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെന്നു. അജ്മനെ സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്തേക്ക് കടന്നു വന്നു. ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്തായി കേറി നിൽക്കുകയാ. സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. ഉമർ തങ്ങളെ നമസ്കരിക്കാൻ കൈകെട്ടി. എല്ലാവരും പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിഹ ഓതി. എന്നിട്ടതാ സൂറത്തു ത്വാഹ ഓതുകയാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്തു ത്വാഹ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, ഒരു വിഷം കടത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വരികയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് ഇമാമിന്റെ പുറകിൽ നിന്ന് മുട്ടുകുത്തി താഴെ വീണിട്ട് ഓടുന്ന ചെറുപ്പക്കാര് പഠിച്ചോ. ആരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി ഉണ്ടല്ലോ, വിഷം കടത്തിയ കടാരയുമായി പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടിവയറ്റിലേക്ക് പെടുന്ന കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാ. ഉമർ തങ്ങളുടെ ശരീരത്തിലേക്ക് പെടുന്ന കടാരയങ്ങ് കുത്തിക്കേറ്റുകയാ. പടച്ചറപ്പേ, എന്നിട്ട് അവൻ ഇറങ്ങി ഓടുകയാണ്. അവന് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോ നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തി മലർത്തികെട്ടവളെന്ന് ഓടുകയാണ്. 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തി പരക്കേൽപ്പിക്കുകയാ. പടച്ചവനേ, ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തമിങ്ങനെ പൈപ്പ് പൊട്ടികെട്ട് വെള്ളമൊഴുകുന്നത് പോലെ ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പടച്ചറപ്പേ, ഒരാള് പോലും കൈയടിച്ചില്ല, ഒരാള് പോലും അവിടെ നിന്ന് ഇറങ്ങി പൊടിയില്ല. എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഉമർ തങ്ങൾക്ക് നേരെ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ, അവിടെ നിന്ന് ഇമാമത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവിടെ നിന്ന് സൂചന കൊടുക്കുകയാണ്, സ്വഹാബ, ആരെങ്കിലും കേറിയൊന്ന് ഇമാമത്ത് നിൽക്ക്, ആരെങ്കിലും കേറിയൊന്ന് ഇമാമത്ത് നിൽക്ക്, എനിക്ക് നിസ്കരിക്കാൻ കഴിയുകയില്ല. ഉമർ തങ്ങൾ സൂചന കൊടുത്തു. തന്റെ പുറകിൽ നിന്നിരുന്ന സ്വഹാബി അവിടെ നിന്ന് മുന്നോട്ട് കയറുകയാ. അവിടുന്ന് പടച്ചവനെ തന്റെ കാലിന്റെ ചുവട്ടില് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രക്തത്തിൽ കിടന്ന് കുളിക്കുകയാ. അവിടുന്ന് മരണത്തോട് മല്ലടിക്കുമ്പോ ആ സ്വഹാബി
സ്വഹാബി അവിടെ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ടല്ലോ, നമസ്കാരം തുടരുകയാണ്. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ ആരുടെ മുന്നിലാ നിസ്കരിക്കാൻ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിലാ. ഒരാൾ പോലും അനങ്ങിയില്ല. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞ് താഴെ വീഴുകയാണ്. പടച്ചവരെ, നമസ്കാരം കഴിഞ്ഞ സ്വഹാബികൾ മുഴുവനും ഓടി വരികയാ. ഉമർ തങ്ങളെ വന്ന് വിളിക്കുകയാണ്. ഉമർ തങ്ങളെ വന്ന് വിളിക്കുകയാണ്. ഉമർ തങ്ങൾ അവിടുന്ന് മിണ്ടുന്നില്ല. ഉമർ തങ്ങൾ മറുപടി പറയുന്നില്ല. ആ സമയത്ത് ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മകനുണ്ടല്ലോ, അവിടുന്ന് വിളിച്ചു പറയുകയാ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിലോ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിലോ നിങ്ങൾ ആരെങ്കിലും എന്റെ വാപ്പയുടെ ചെവിയിൽ പോയിട്ട് പറ നിസ്കരിക്കാൻ സമയമായെന്ന്, നിസ്കരിക്കാൻ സമയമായെന്ന്. എന്റെ വാപ്പയുടെ ചെവിയിൽ ആരെങ്കിലും ഒന്ന് പോയി പറയൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബികൾ ഉമർ തങ്ങളുടെ ചെവിയിൽ പറഞ്ഞു. അപ്പോഴാണ് ഉമർ തങ്ങൾ ഞെട്ടി ഉണരുന്നത്. അവസാനമല്ലാ, ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. സ്വഹാബികൾ മുഴുവനും വന്നു പടച്ചവനെ യാത്ര പറയുകയാണ്. ഉമർ തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമറുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. എന്നിട്ട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ഉമറേ, നിങ്ങൾ ആരായിരുന്നു? നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയവനാണ്. പടച്ചവൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ? നിങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? പ്രവാചകൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായില്ലേ? നിങ്ങൾ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണല്ലോ. പടച്ചവനെ, നിങ്ങൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായില്ലേ? ആ ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, യുദ്ധം ഹറാമാക്കിയ നാട്ടിൽ കടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം തന്നില്ലേ ഉമറേ? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന വാർത്ത പറയുകയാണ്. ഈ ചെറുപ്പക്കാരൻ തിരിഞ്ഞു പോവുകയാ. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും പറഞ്ഞിട്ട് അവിടെ തിരിച്ചു പോകുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന സമയത്ത് ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യാ. ആ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, പൊന്നുമോനെ, ഒന്ന് നിൽക്കണേ പൊന്നുമോനെ, ഒന്ന് നിൽക്കണേ പൊന്നുമോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറയുന്നു, മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അത് അഹങ്കാരത്തിന്റെ അടയാളമാ. അഹങ്കാരികള് അല്ലാഹു ഇഷ്ടപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, ഉമറേ നിങ്ങൾ ആരായിരുന്നു? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല വെട്ടാൻ പോയവനല്ലേ നീ? നിനക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? നീ മുസ്ലിമായില്ലേ? മുത്തുനബി ഇഷ്ടപ്പെടുന്ന ഒരു സ്വഹാബിയായില്ലേ? ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയായില്ലേ? നിങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായില്ലേ? ഈ യുദ്ധം ഹറാമാക്കിയ നാട്ടിൽ കടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയ ഭാഗ്യവാനല്ലേ? നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ തിരിച്ചു പോകുമ്പോ ഉമർ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ട്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മോനെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കൽ അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. ഇനി എല്ലാവരും എഴുന്നേറ്റൊന്ന് നേരെ നിന്നിട്ട് ആ ഉടുത്തിരിക്കണം മുണ്ടും പാൻറ്റും നോക്ക്, ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ? ആ ഇട്ടിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ? താഴെയാണെന്നുള്ളത് ഉറപ്പാ. മുണ്ടൊന്ന് പൊക്കി കൊടുക്കാതെ ഇരിക്കല്ലേ. നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒന്ന് പൊക്കി കൊടുത്തിക്ക് എല്ലാരും. പാൻറ്റൊക്കെ ഒന്ന് പൊക്ക് ഞെരിയാണിക്ക് മുകളിലേക്ക്. കാരണം അത് അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ റോഡിൽ കൂടെ എന്തിനാ പെങ്ങളെ നീ ചൂല് കൊണ്ട് വീട് തൂക്കുന്നത്? നിങ്ങളൊക്കെ എന്തിനാണ് വെറുതെ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ സഹോദരിമാരെ ഫർദ ഇട്ടിട്ട് നടത്തിയാ പോരെ? പടച്ചവൻ ഇങ്ങനെ തൂത്തോണ്ട് നടക്കല്ലേ? ചില പെണ്ണുങ്ങൾ പടച്ചവനെ വസ്ത്രം ധരിച്ചിട്ട് നടക്കുമ്പോ യക്ഷികൾ വരുന്ന പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ട്, എന്തിനാ ചൂലിട്ട് തൂക്കണ? നീ 2 റൗണ്ട് നടന്നാ പോരെ? വീടിന്റെ 4 ഭാഗത്തും പടച്ചവനെ ഒന്നും ഇല്ലെങ്കിലും ആമിനത്ത ഈ പട്ടി നടക്കുന്ന വഴിയിലൂടെ നീ ഇതും വലിച്ചടിച്ചുകൊണ്ട് വന്നിട്ട് എങ്ങനെ നിസ്കരിക്കുന്നു? ഞാൻ ആലോചിക്കേ, തറയിലൂടെ ചില പടച്ചവനെ മുണ്ടുപിടിക്കാൻ ഒരാള് വേണം. പാൻറ്റൊക്കെ മൂത്രപ്പുര കയറുമ്പോ പോലും ആ പാൻറ്റൊന്നും മടക്കി വെക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് തയ്യാറാകുന്നില്ല. ഞെരിയാണിക്ക് താഴെ വസ്ത്രമുണ്ടോ? അഹങ്കാരമുള്ളതിന്റെ അടയാളമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണ്. നിസ്സാരമല്ല. അവസാനം നരകത്തിന്റെ അവകാശിയാകാൻ കാരണമാകുന്ന ഒരു പാപമാണ്. നരകത്തിന്റെ അവകാശിയാകാൻ കാരണമാകുന്ന ഒരു പാപമാണ് ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നാണം കെട്ട് വരുന്ന 1ാമത്തെ വിഭാഗം അഹങ്കാരിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, രണ്ടാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് നാളെ പരലോകത്ത് നാണം കെട്ടവനെ പോലെ വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഒരു ഉത്തരവാദിത്തം നീ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പരിപൂർണമായിട്ട് നീ ചെയ്യണം. അതിനകത്ത് വീഴ്ച വരുത്താൻ പാടില്ല. പള്ളിയിലെ ഖതീബ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഏറ്റുകഴിഞ്ഞാൽ, മദ്രസയിലെ മുദരിസ് എന്ന് പറഞ്ഞൊരു, അവിടെ സദർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഏറ്റുകഴിഞ്ഞാൽ, പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായി കഴിഞ്ഞാൽ നീ നിന്റെ ഉത്തരവാദിത്തം പരിപൂർണമായി നീ പാലിക്കണം. വിട്ടുവീഴ്ച വന്നാൽ, അതിനകത്ത് അലംഭാവം വന്നാൽ നിന്റെ കാര്യം പോക്കാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലര് പള്ളിയുടെ അധികാരം, ഇവിടെ ഇലക്ഷൻ ഉണ്ടോ? അല്ലാഹു നമ്മുടെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെയാണ് പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഖതീബ് ഉസ്താദ് തന്നെ പോണമെന്ന് തോന്നി, ഇവന്മാരൊന്ന് പിടിച്ചിരുത്താൻ. സദർ ഉസ്താദ് തന്നെ പോണം കേട്ടോ, എങ്കിലും ശരിയാവത്തില്ല. ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ഓർഡർ ഇവൻ കളിക്കാൻ തോന്നി. പള്ളിയിൽ നിങ്ങൾ ആലോചിക്ക്, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് നാട്ടുകാർ പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. ഞാനാകൂല, വേറെ ആര് വേണമെങ്കിലും, അധികാരം എനിക്ക് വേണ്ട, ആരെങ്കിലും എടുത്തോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അടുക്കള വാതിലിലൂടെ 500 നോട്ട് വാങ്ങിട്ട് പോകുന്ന കാലമാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഉത്തരവാദിത്തം വളരെ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ടതാണ്. ഇതൊന്നുമില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പള്ളിയിലെ കമ്മിറ്റിക്കാരൊക്കെ വളരെ നിർബന്ധമായിട്ട്, ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി എനിക്കറിയത്തില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയാം, ആളാരാന്ന് എനിക്കറിയണ്ട. പള്ളിയിലെ പ്രസിഡന്റും സെക്രട്ടറിയും കേൾക്കുന്നതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി പറയുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായിരിക്കുമ്പോൾ തന്റെ ഓഫീസിനകത്തിരിക്കുകയാ. തന്റെ ഓഫീസിനകത്തിരിക്കുമ്പോ ഒരു കുടുംബക്കാരനായ മനുഷ്യൻ കാണാൻ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചു. ആ ഓഫീസ് റൂമിനകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചു. റൂമിനകത്ത് ഇരുട്ടായി. ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ ഉമർ നീ വിളക്കണച്ചത്? അപ്പൊ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിന്റെ പൈസ കൊണ്ട് വാങ്ങിച്ച എണ്ണയിട്ട് കത്തിച്ച വിളക്ക. ഇത് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ, കുടുംബകാര്യം പറയുമ്പോ കത്തിച്ചു വെച്ച അള്ളാനോട് കണക്ക് പറയണം. പള്ളി കമ്മിറ്റി ഓഫീസിനകത്തിരുന്ന് പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഫാനിട്ട കുഴപ്പമില്ല, സ്വന്തം കാര്യം പറയുന്ന സമയത്ത് ഫാനിട്ട റബ്ബിന്റെ അടുത്ത് കണക്ക് പറയണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ പണ്ടുള്ള ആൾക്കാർ പള്ളി വന്നിട്ട് ഇറങ്ങി പോകുമ്പോ പള്ളിയുടെ ഗേറ്റിന്റെ ചാരത്ത് ചെന്നിട്ട് കാലിലിട്ടിരുന്ന ചെരുപ്പെടുത്തിട്ട് ഒന്ന് തട്ടും. കാലിൽ കിടന്ന ചെരുപ്പൂരിയിട്ടൊന്ന് തട്ടാറുണ്ട് മതിലിൽ. എന്തെന്നറിയോ? പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ടുണ്ട്. ആ ബൈത്തുൽ മാലിന്റെ മണ്ണെടുത്ത് പുറത്തു കൊണ്ടിട്ട് അള്ളാനോട് കണക്ക് പറയണമല്ലോ എന്ന് പേടിച്ചിട്ട്. ഇന്നത്തെ കമ്മിറ്റിക്കാരോ ഭാര്യ പോലും ആ ബോധം ഉണ്ടാകത്തില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അമാനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. എന്ത് ബൈത്തുൽ മാലി, എന്താണ് അമാനത്ത്? പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തുകൊണ്ട്? അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ. എന്തിനാ അത് വെട്ടിയിടുന്നത്? എടാ, സ്വന്തം ചെരുപ്പല്ല എന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വന്തം ചെരുപ്പല്ല എന്ന് മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടുന്ന എന്തിനാ? അതിനകത്ത് വെച്ചിരിക്കുന്ന, ബാത്റൂമിനകത്ത് വെച്ചിരിക്കുന്ന കപ്പ് പോലും ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുക. എന്തിന്? എടുത്തുകൊണ്ട് പോകാതിരിക്കുക. അള്ളാടെ പള്ളിക്കകത്ത് പോലും സേഫല്ല. പണ്ട് സഹാബത്തിന്റെ കാലഘട്ടത്ത് സഹാബികൾ പള്ളിക്കകത്ത് കിടന്നുറങ്ങുമ്പോ പടച്ചവനെ രാത്രി വന്നിട്ട് ആരും കാണാതെ തലകട പൊക്കിയിട്ട് പൈസ കൊണ്ടുവന്ന് അടി വെച്ചിട്ട് പോകും. കൊടുത്തവൻ അറിയില്ല ആർക്കാ കൊടുത്തതെന്ന്, കിട്ടിയവൻ അറിയില്ല ആരാ തന്നതെന്ന്. പണ്ടത്തെ കാലഘട്ടത്ത്, സഹാബത്തിന്റെ കാലഘട്ടത്ത് ഉറങ്ങുന്നവന്റെ തലകണരടിയിൽ പൈസ കൊണ്ടുവച്ചിട്ട് സഹാബികൾ പോകും. ചരിത്രം പറയുന്ന, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അന്ന് സഹാബികൾ നോക്കും തലകണിക്കടിയിൽ ആരെങ്കിലും പൈസ വെച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു കാലം ഉണ്ടായില്ല. ഇന്ന് പള്ളിക്കകത്ത് ആരെങ്കിലും കടന്നുറങ്ങിയാൽ അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ അവന്റെ തലകണക്കടിയിൽ നോക്കും, ഞാൻ വെച്ചത് അവിടെ ഉണ്ടോ എന്ന്. ആരെങ്കിലും അടിച്ചോണ്ട് പോയി. ഇതാവസ്ഥ. അമാനത്ത് ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യത്തിലും സൂക്ഷ്മതയില്ല. അല്ലാഹുവേ, 10, 8, 9 വർഷക്കാലം പോയി കോളേജുകളിലും ദറസുകളിലും പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഇൽമു പഠിച്ച ഉസ്താദിനെ പള്ളിയിലെ ഹതീബിനെ പറഞ്ഞു വിടും. ഇമാമിനെ ഞാൻ വിളിക്കുന്നെന്ന് പറയടാ. ആര്? കമ്മിറ്റി ഓഫീസിൽ കറങ്ങണ കാര്യം ഞാൻ വിളിക്കുന്നവർ ആലിം ഇറങ്ങിപ്പോണം. അസറിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ചോദിക്കുക കമ്മിറ്റിക്കാര്. അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും കൊറോണ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി. കൊറോണ വന്നപ്പോ ഒരു ഉപകാരമുണ്ടായി. എന്താ ഉപകാരം എന്നറിയോ? ഈ ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കാറുണ്ട്, വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ വാതിലിൽ 2 മലക്കുകൾ നിൽക്കും. പള്ളിയിൽ വരുന്നവരുടെ പേരെഴുതാൻ, പള്ളിയിലേക്ക് വരുന്നവരുടെ പേരെഴുതാൻ പള്ളിയുടെ കവാടത്തിൽ 2 മലക്കുകൾ നിൽക്കുമെന്ന്. ഇത്രയും കാലം അത് മനസ്സിലായില്ല. കൊറോണ വന്നപ്പോഴാണ് മനസ്സിലായത്. ഒരിടത്ത് സെക്രട്ടറി ഇങ്ങനെ നിൽക്കും, എന്താ പേര്? അബൂബക്കർ. ഫോൺ നമ്പർ പറ. സെക്രട്ടറി ഇപ്പുറത്തെ പ്രസിഡന്റ് മറ്റേ കയ്യിലൊഴിക്കണ സാധനമായിട്ട് സാനിറ്റൈസുമായിട്ട്. എന്ത് രസമായിരുന്നു കാണാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ആരാന്ന് മനസ്സിലാക്കണില്ല നമുക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ, അത് സൂക്ഷ്മതയോ അതിൽ പുലർത്തണം. അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യരുത്. നാം എല്ലാവരും, നിങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ, ഞങ്ങള് പള്ളിയുടെ പ്രസിഡന്റ് അല്ല, ഞങ്ങള് സെക്രട്ടറി അല്ല, ഞങ്ങൾക്ക് പിന്നെ എന്തോ പേടിക്കാനാ? എടാ, ഞാനും നീയോ പേടിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പടച്ചവനെ ഒരു ഭരണാധികാരിയാണ്. നമ്മളെ രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, ഒരു പഞ്ചായത്തിന്റെയോ ഒരു വാർഡിന്റെയോ ഒരു മഹലിന്റെയോ ഭരണാധികാരിയല്ല. പിന്നെ നമ്മൾ ആരെന്നറിയുമോ? നമ്മുടെ വീടും
വീടുണ്ടല്ലോ, വീട്ടിലെ ഭരണാധികാരിയാണ് വാപ്പ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ആ വീട്ടിലെ വാപ്പ അതാ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ അവസാന പ്രഭാഷണത്തിൽ സ്വഹാബത്തിനോട് പറയുകയാ, സ്വഹാബാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറയുന്നു, നിന്റെ ഭാര്യയുണ്ടല്ലോ, നീ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, അവരെ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അതിനെ കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓരോ വാപ്പയോടും അല്ലാഹു നാളെ ചോദിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച് അല്ലാഹു വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും നാണം കെട്ടവരാരാ, ഏറ്റവും മോശക്കാരനായ മനുഷ്യരാരാ? അവരോട് അല്ലാഹു സംസാരിക്കുകയില്ല, അല്ലാഹുവിന്റെ കരുണ അവർക്ക് ലഭിക്കുകയില്ല, അല്ലാഹു അവരുടെ മുഖത്ത് പോലും നോക്കാറില്ല. ആ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അവരോട് പടച്ചവൻ ഒരിക്കലും കരുണ കാണിക്കില്ല, അല്ലാഹു അവരോട് യാതൊരു രീതിയിലും പെരുമാറുകയില്ല. അത്രയും മോശക്കാരനാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ആരാണ് നബിയേ നാളെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവനായ രണ്ടാമത്തെ മനുഷ്യരാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, വാപ്പാ, നീയാണ് വാപ്പാ. ഏത് വാപ്പയെന്നറിയുമോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്തി കൊടുക്കാത്ത വാപ്പാ. നിന്റെ ഭാര്യ ചെയ്യുന്നത് പാപമാണെന്ന് നിനക്കറിയാ. പടച്ചവരേ, നിന്റെ പ്രിയപ്പെട്ട മക്കള് ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്കറിയാ. പടച്ചവനെ, നമസ്കരിക്കാതെ പ്രായപൂർത്തിയായ മക്കള് വീടിനകത്ത് കടന്നിറങ്ങുകയാ. ഏത് വാപ്പയ്ക്കാ അറിയാത്തത്? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണം. പടച്ചവനെ, നിന്റെ മക്കള് നിസ്കരിക്കാറുണ്ടോ? നിന്റെ ഭാര്യമാര് നിസ്കരിക്കാറുണ്ടോ? പടച്ചവനെ, നിങ്ങളുടെ മക്കള് ശരീരം മറയ്ക്കുന്നവരാണോ? തലമറയ്ക്കാതെ നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടിട്ട് എന്തുകൊണ്ട് നീ അത് തിരുത്തി കൊടുത്തില്ല? ഈ പള്ളിയിലെ മഗ്രിബിന് വന്നതാണ്, ഇശായും നമസ്കരിച്ച് ഹദ്ദാദും കഴിഞ്ഞ് ദുആ ചെയ്തിട്ടാണ് നീ വീട്ടിൽ പോകുന്നത്. നീ നല്ല മനുഷ്യനാണ്, നീ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണ്. പക്ഷേ ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നല്ല മനുഷ്യനാ നീ, പക്ഷേ നിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ നിന്റെ ഭാര്യ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാ. ഇത് പാപമാണ്, തിരുത്തി കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ല. നീയാണ് പരലോകത്തിലെ രണ്ടാമത്തെ നശിച്ചവനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീയാ അല്ലാഹു വെറുതെ വിടത്തില്ല. എടാ, നിന്നെ അല്ലാഹു വെറുതെ വിടുവോ? നീ ചിന്തിക്ക്. എടാ, നിങ്ങൾ ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കും, നിങ്ങളുടെ മക്കള് നിസ്കരിക്കുമോ? നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കുമോ? സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന വാപ്പ എന്തുകൊണ്ട് പ്രായപൂർത്തിയായ നിന്റെ മക്കളെ നിസ്കരിക്കാൻ നീ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നില്ല? ഇവിടെയാണ് ചോദ്യം. 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളേ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? പറ മനുഷ്യ, എന്ത് ചെയ്യണം? ഉറക്കപ്പറ, എന്ത് ചെയ്യണം? കേട്ടില്ല, ഒന്ന് പറ. തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കി. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലി നിസ്കരിപ്പിച്ച ഏതെങ്കിലും ഒരു വാപ്പ, ഏതെങ്കിലും ഒരു ഉമ്മ ഉണ്ടെങ്കിൽ കൈവക്കി. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഉമ്മമാര്
അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ പറഞ്ഞതിനർത്ഥം നിങ്ങളുടെ മക്കൾ 5 നേരം പള്ളിക്കകത്ത് കിടക്കുന്നവരാണെന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഴപ്പമില്ല, പടച്ചവനെ സുബഹിയുടെ കാര്യം പറയുമ്പോ ഭർത്താവ് പറയും അമീന മക്കളെ വിളിക്ക് നിസ്കരിക്കുക. ഇന്നലെ രാത്രി വരെ കിടന്ന് പഠിച്ചിട്ട് കിടക്ക, രാവിലെ കുഞ്ഞു സ്കൂളിൽ പോകാനുള്ളതാ, ഉറങ്ങട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, TV കാണാൻ പാടുണ്ടോ? സിനിമ കാണാൻ പാടുണ്ടോ? സീരിയല് കാണാൻ പാടുണ്ടോ? ഇത് പാപമല്ല, ഇത് പാപമാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മഹ്ലൂക്ക് ഈ ദുനിയാവിലുണ്ടോ? സിനിമ കാണുന്നതും സീരിയല് കാണുന്നതും അനുവദനീയമാണെന്ന് ഈ ലോകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെന്നെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നിന്റെ വീടിനകത്ത് മേടിച്ചു വെച്ചിട്ടില്ലേ? ഭാര്യയും മക്കളും കൂടി ഇരുന്ന് സുഖിച്ചിരുന്ന് കാണുകയാ. ഇത് തെറ്റാണെന്ന് നിനക്കറിയാം. ഇതൊന്നും ചെയ്താൽ കുഴപ്പമില്ല ഉസ്താദേ, അത് അള്ളാഹുടെ മുന്നിൽ പോകുമ്പോ തിരിഞ്ഞോളും. സ്വന്തം മക്കള് പടച്ചവനെ, ഇന്നത്തെ കുട്ടികളുടെ വസ്ത്രധാരണങ്ങളൊക്കെ കാണും, ആണും പെണ്ണ് എന്തു പോലെ വാപ്പ. ബാഹുവേ, ചെറുപ്പക്കാര് ചെറിയ മക്കള് വരെ മുടി വളർത്തിയിരിക്കണം കണ്ടിട്ടുണ്ടോ? ചെറിയ മക്കളുടെ മുടി കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, അത് തെറ്റാണെന്ന് തിരിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണ, ശരീരത്തിന്റെ ഔറത്തുകൾ തുറന്നിട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് പോലും നിനക്കൊന്നും തിരുത്താൻ വയ്യ. റോഡിലിറങ്ങുമ്പോ ഫർദയും ഹിജാബും, ഇട്ടുകൊണ്ടിരിക്കും. വീട്ടിൽ പോയാലോ 18 വയസ്സുകാരൻ 12 വയസ്സുള്ള തന്റെ പെങ്ങളുടെ മുന്നിലൂടെ നിക്കർ ഇട്ടുകൊണ്ട് നടക്കും. ഈ നാണവില്ലേ നിനക്ക്? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് അറിയുന്ന നിനക്ക് നിന്റെ പ്രായപൂർത്തിയായ മകൻ നിന്റെ മകളുടെ മുന്നിലൂടെ ഈ നിക്കർ വിട്ടുകൊണ്ട് നടക്കുമ്പോ അവന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് നേരെ ജുബ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കണമെന്ന് തിരുത്താൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ 15 വയസ്സുകാരിയായ പൊന്നുമോള് ഫർദ ധരിച്ചുകൊണ്ട് നടക്കുന്ന മോള് മാറിടം കാണുന്ന ബനിയനെ ഇട്ടുകൊണ്ട് വീട്ടിൽ ആ മക്കളുടെ മുന്നിലൂടെ നടക്കുമ്പോ ഇത് തെറ്റാണെന്ന് പറഞ്ഞ് അവളെ നന്നാക്കാൻ നിന്നെ കൊണ്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പൊ നീ ചോദിക്കും, കൂടപ്പറപ്പല്ലേ ഉസ്താദേ? എന്റെ കൂടപ്പറപ്പിനെ കാണാൻ പറ്റുമോ? കൂടപ്പറപ്പിനെ കാണാൻ പറ്റുമോ? നിങ്ങൾ എന്തുകൊണ്ട് ഖുർആൻ ഓതുന്നില്ല? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിനകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിനകത്ത് കയറണമെങ്കിൽ വാതിലിൽ തട്ടി അനുവാദം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാതെ കയറാൻ പാടില്ല. പ്രായപൂർത്തിയാകാത്ത മക്കൾ, പ്രായമുള്ളവരുടെ കാര്യം പോകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് സമയങ്ങളാ? 3 സമയങ്ങൾ. ഒന്ന് സുബഹിന്റെ വെളുപ്പാങ്കാലം, ഒന്ന് വെളുപ്പാങ്കാലം സമയത്ത്, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയം വാപ്പയും ഉമ്മയും ബെഡ്റൂമിനകത്തിരിക്കുമ്പോ മക്കൾ ചോദിക്കാതെ കയറാൻ പാടില്ല. എന്തുകൊണ്ട്? ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ആണുങ്ങളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടുടുത്തിയിട്ട് കിടക്കും. രാത്രി നമ്മളൊക്കെ കിടക്കുമ്പോ ഒരു മുണ്ടുടുത്തിയിട്ട് കിടക്കും. വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയേണ്ടത് ഈ മുണ്ടാ. കാരണം മുണ്ടില്ല, ഒന്നുമില്ലാതെ കിടക്കണേ. നീട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്തെങ്ങാണ് 5ഓ 6ഓ വയസ്സുള്ള നിന്റെ മക്കള് റൂമിനകത്ത് വന്ന ഗോവയിലാണെന്ന് ചിന്തിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ഉമ്മയുടെ ഔറത്ത് ഒരു കുഞ്ഞ് കണ്ടെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാറില്ല. ഒരു വാപ്പയുടെ ഔറത്ത് ഒരു കുട്ടി കണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും ഒന്നും തോന്നാറില്ല. 50 വയസ്സുള്ളവന് തോന്നത്തില്ലല്ലോ, പിന്നല്ലേ കൊച്ചുകുട്ടിക്ക്. എന്നിട്ടും അല്ലാഹു പറഞ്ഞു, നിന്റെ മാതാപിതാക്കളുടെ ഔറത്താണെങ്കിലും നീ കാണണ്ട. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്താണെങ്കിൽ പോലും മക്കള് കാണണ്ട. അത് നിനക്ക് തിരിയൂല. റൂം ലോക്ക് ചെയ്തിട്ട് ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ടിട്ട് കുളിക്കണം, നിനക്കത് തിരിയൂല. അല്ല പറഞ്ഞു, ഉമ്മാടെ ഔറത്ത് മക്കള് കാണരുത്. മാതാപിതാക്കൾ വാപ്പയുടെ ഔറത്ത് മക്കള് കാണരുത്. കാരണം കണ്ടു കഴിഞ്ഞാൽ അവർ വളർന്നു വരുമ്പോൾ അവർക്കത് നാശമായി മാറും. അതുകൊണ്ട് ഉമ്മയുടെയും വാപ്പയുടെയും ഔറത്ത് പോലും മക്കള് കാണരുതെന്ന് പറയുമ്പോ നിന്റെ വീടിനകത്ത് നടക്കുന്ന രംഗത്തെ കുറിച്ച് നീ ചിന്തിക്ക്. നിന്റെ പൊന്നുമകൾ ഇറങ്ങിയ ടീഷർട്ടും ഇട്ടുകൊണ്ട് പ്രായപൂർത്തിയായ ചെറുപ്പക്കാരനായ നിന്റെ മകന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ ഇനി മേലിൽ ഇത് ധരിച്ചു പോകരുത്. ഇത് ധരിക്കണമെങ്കിൽ ബെഡ്റൂം
ബെഡ്റൂമിന്റെ അകത്ത് വാതിലടച്ചിട്ട് കിടക്കുന്ന സമയത്ത് ധരിച്ചു കൊള്ളണമെന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റമില്ലാതെ പോയി. സ്വന്തം മക്കള് പ്രായപൂർത്തിയായ പെങ്ങളുടെ മുമ്പിലൂടെ മുട്ടിന് താഴെ മുട്ടിന് മുകളിലിരിക്കണ ഒരു എന്താ പറയാ, ടൗസർ ഇല്ലേ, ഞങ്ങളുടെ പുതിയ പേരാ, വെറുമ്പൂടാന്നൊക്കെ പറയുന്നത്. ഇതിട്ടുകൊണ്ട് നിന്റെ മോൻ നടക്കുമ്പോ, എടാ ഈ വീട്ടിൽ കെട്ടിക്കാൻ പ്രായപൂർത്തിയായ ഒരു മോളുണ്ടടാ, ഇങ്ങനെ നടക്കരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നിനക്ക് എവിടെ തഴമ്പുണ്ടെങ്കിലും അള്ളാഹ് നിന്നെ വിടൂല.